കസേരമോഹിയായ ആൾ പാർട്ടി വിട്ടുപോയാലും ആയിരങ്ങൾ ബിജെപിയിലേക്ക് വന്നുകൊണ്ടിരിക്കുകയാണെന്ന് എൻഡിഎ പാലക്കാട് മണ്ഡലം സ്ഥാനാർത്ഥി സി കൃഷ്ണകുമാർ. കെ മുരളീധരനെ പോലുള്ളവർക്ക് പോലും സന്ദീപിനെ ഉൾക്കൊള്ളാനായിട്ടില്ല. പൗരത്വ ഭേദഗതിയിലും എസ്ഡിപിയോടുള്ള നിലപാടിലും സന്ദീപ് വാര്യരുടെ പുതിയ അഭിപ്രായം എന്താണെന്നറിയാൻ ആഗ്രഹമുണ്ടെന്നും കൃഷ്ണകുമാർ പറഞ്ഞു. സി കൃഷ്ണകുമാറിന്റെ തെരഞ്ഞെടുപ്പ് പ്രചാരണം തുടരുകയാണ്. ഇന്ന് ഞായറാഴ്ചയാണ്. പല കടകളും കാര്യങ്ങളൊക്കെ അടഞ്ഞു കിടക്കുകയാണെങ്കിലും സജീവമായി തന്നെ അദ്ദേഹം തെരഞ്ഞെടുപ്പ് പ്രചാരണ രംഗത്തുണ്ട്. ഇന്നത്തെ പ്രചാരണം ഏത് രീതിയിലാണ് മുന്നോട്ട് പോകുന്നത്? ഇന്ന് ചർച്ചകൾ കേന്ദ്രീകരിച്ചിട്ടാണ്. ചർച്ചകളിൽ കഴിഞ്ഞ 2 ഞായറാഴ്ചകളിൽ മുഴുവൻ ചർച്ചകളിൽ എത്താൻ കഴിഞ്ഞില്ല. ബാക്കി വിട്ടുപോയ ചർച്ചകൾ കവർ ചെയ്യാണ്. വളരെ അനുകൂലമായിട്ടുള്ള ഒരു പ്രതികരണമാണ് ന്യൂനപക്ഷ വിഭാഗങ്ങളിൽ നിന്നടക്കം. അവർ BJPയെ സംബന്ധിച്ചും NDA സംബന്ധിച്ചും കൃത്യമായിട്ടുള്ളൊരു ബോധ്യം അവർക്കുണ്ട്. NDA ഭരിച്ചാലേ ഇവിടെ വികസനം വരൂ. NDA മോദി ഗവൺമെൻറ്റിൻ്റെ നേതൃത്വത്തിലുള്ള ഒരു ഭരണം വന്നുകൊണ്ട് ന്യൂനപക്ഷ വിഭാഗങ്ങൾക്ക് നേട്ടമേ ഉണ്ടായിട്ടുള്ളൂ, യാതൊരുവിധ കോട്ടവും ഇല്ല എന്നുള്ളത് അവർ മനസ്സിലാക്കി. അതിൻ്റെ ഒരു വലിയൊരു അടിയൊഴുക്ക്, അനുകൂല പ്രതികരണം താഴെത്തട്ടിലുണ്ട്. ഈ നേതാക്കളായിരുന്ന ആളുകൾ പാർട്ടി വിട്ടു പോകുമ്പോഴും സാധാരണപ്പെട്ട ആളുകൾ BJPയിലേക്ക് വന്നുകൊണ്ടിരിക്കുന്നതാണോ? അതെ, സാധാരണക്കാരായ ആയിരക്കണക്കിന് ആളുകളാണ് വരുന്നത്. കസേരകളൊക്കെ മോഹിച്ച ആളുകൾ, ചില ആളുകൾ വിട്ടുപോകും. പക്ഷേ യഥാർത്ഥത്തിൽ ഈ ആശയവും ആദർശവും മോദി സർക്കാരിൻ്റെ ഈ രാജ്യത്ത് നടത്തിയ വികസന പ്രവർത്തനങ്ങളും എല്ലാം കണ്ട് മനസ്സിലാക്കിയവർന്ന് ആയിരക്കണക്കിന് ആളുകൾ ദിനംപ്രതി BJPയിലേക്ക് വരിക. അവർ NDAയോടൊപ്പമാണ്. NDA വീണ്ടും അധികാരത്തിൽ വരണം, NDAയുടെ ജനപ്രതിനിധികൾ കേരളത്തിൻ്റെ നിയമസഭയിൽ വരണമെന്ന് അവർ ആഗ്രഹിക്കുന്നു. ഒരു സുപ്രഭാതത്തിൽ സറിനെ സംബന്ധിച്ച് പാലക്കാടിലെ ജനങ്ങൾ എന്താ വിലയിരുത്തിയത്? തലേന്ന് രാത്രി വരെ പിണറായി വിജയനെയും ഇടതുപക്ഷത്തെയും രൂക്ഷമായിട്ട് വിമർശിച്ച ആൾ, പറയാവുന്നതിൽ അപ്പുറത്തുള്ള ഭാഷയെല്ലാം ഉപയോഗിച്ച് വിമർശിച്ച ആൾ, ഒരു സുപ്രഭാതത്തിൽ നേരം പുലരുന്ന സമയത്ത് പിണറായി വിജയനെ വാഴ്ത്തുന്നു, കമ്മ്യൂണിസ്റ്റുകാരനാവുന്നു. ഇതൊക്കെ സാധാരണക്കാരായ ജനങ്ങൾക്ക് ഉൾക്കൊള്ളാൻ കഴിഞ്ഞില്ലേ പാലക്കാട്ടെ ആളുകൾക്ക്? അതേ അനുഭവമാണ് ഇന്ന് കോൺഗ്രസിന് വന്നു ചേർന്നിട്ടുള്ളത്. മിനിയാന്ന് രാത്രി വരെ മോദിജിയും അദ്ദേഹത്തിൻ്റെ ഗവൺമെൻറ്റിനെയും എല്ലാം വാഴ്ത്തി പാടിയ ആള് ഇന്നലെ കാലത്ത് മുതൽ കോൺഗ്രസ്സുകാരനായിട്ട് കതറിട്ടാൽ അത് സാധാരണ കോൺഗ്രസ്സുകാരെ അംഗീകരിക്കണ്ടേ? രാഹുൽ ഗാന്ധിയെ സംബന്ധിച്ച് എന്താ പറഞ്ഞത്? കെ മുരളീധരൻ, ഏറ്റവും കോൺഗ്രസിൻ്റെ ഉന്നതനായിട്ടുള്ള നേതാവായിട്ടുള്ള കെ മുരളീധരൻ പറയുന്നത്, രാഹുൽ ഗാന്ധിക്ക് ട്രീറ്റ്മെൻറ്റ് കോട്ടയ്ക്കലല്ല വേണ്ടത്, കുതിരവട്ടത്താണ് വേണ്ടത് പറഞ്ഞു. അദ്ദേഹത്തിൻ്റെ ഭാരത് ജോഡോ യാത്ര പോകേണ്ടത് ഡൽഹിയിലേക്കല്ല, ആൻഡമാനിലേക്കാണ് പോകേണ്ടത് പറഞ്ഞു. മുരളീധരനെ പോലെയുള്ള മുതിർന്ന നേതാക്കൾക്ക് പോലും ദഹിക്കുന്നില്ല. ഏറ്റവും സീനിയർ ആയിട്ടുള്ള ആളുകളാണ് ഇതെപ്പോഴും പാർട്ടിക്കുള്ളിൽ ഇത്തരം കാര്യങ്ങളിൽ അഡ്ജസ്റ്റ് ചെയ്ത് ആളുകളെ കൂടെ നിർത്തുന്ന ആളുകൾ. പക്ഷേ അദ്ദേഹത്തെ പോലുള്ള ആൾക്ക് പോലും ഇത്തരം വാക്കുകളും നേരത്തെ പറഞ്ഞ കാര്യങ്ങളും ദഹിക്കുന്നില്ല. അപ്പോൾ സാധാരണ കോൺഗ്രസ് പ്രവർത്തകനോ? അതേതാണ്. അപ്പോൾ ഈ സന്ദീപ് വാര്യരുടെ പൗരത്വ ഭേദഗതി ബില്ലിൻ്റെ സമയത്തൊക്കെ അന്ന് എടുത്ത നിലപാട് തന്നെയാണോ? പൗരത്വ ഭേദഗതി ബില്ലിനെ സംബന്ധിച്ച് അന്ന് ചാനൽ ചർച്ചകളിൽ പോയിരുന്ന് പറഞ്ഞ അതേ നിലപാടാണോ സന്ദീപ് വാര്യരുടെ ഇന്നത്തെ? സന്ദീപിന് നിലപാടിൽ മാറ്റമുണ്ടോ? ഇവിടുത്തെ ന്യൂനപക്ഷ വിഭാഗങ്ങൾക്ക് കേൾക്കാൻ ആഗ്രഹമുണ്ട്. അന്ന് പറഞ്ഞതെല്ലാം മാറിയോ? ആ നിലപാടിൽ നിന്ന് മാറ്റം വന്നു എന്നുള്ളത് പറയാൻ അവരാഗ്രഹിക്കുന്നുണ്ട്. ഇത്തരത്തിൽ വളരെ തീവ്രമായിട്ടുള്ള നിലപാടുകൾ സ്വീകരിച്ച ഒരു വ്യക്തി പെട്ടെന്നൊരു ദിവസം എല്ലാം മാറുന്ന സമയത്ത് സ്വാഭാവികമായിട്ടും ആളുകൾ ചോദിക്കും, ഇത് എന്തിൻ്റെ പേരിലാണ് മാറുന്നത്? ഒരു സുപ്രഭാതത്തിൽ രാത്രി സ്വപ്നം കണ്ട് മാറുന്നത് പോലെ മാറാൻ പറ്റുന്നതല്ലല്ലോ, ആശയവും ആദർശവും ഒന്നുമല്ല. അതെ, SDP ഒക്കെ ഇപ്പോൾ ഇവിടെ പാലക്കാട് മണ്ഡലത്തിൽ UDFന് കൂടെ നിൽക്കുകയാണ്. സന്ദീപ് വാര്യരെ സംബന്ധിച്ചിടത്തോളം SDP ഒക്കെ തീവ്രമായി വിമർശിച്ച ഒരു പശ്ചാത്തലമാണ് ഉള്ളത്. അദ്ദേഹം ബലിദാനിയായിട്ടുള്ള ശ്രീനിവാസന്റെ പേരൊക്കെ പറയുന്നത് കേട്ടു. ശ്രീനിവാസന്റെയും സഞ്ജിത്തിന്റെയും പേര് പറയാൻ എന്ത് അർഹതയാണ് സന്ദീപിനുള്ളത്? അത്തരം ആളുകളുടെ കൊലപാതകത്തിന് ഉത്തരവാദിയായിട്ടുള്ള PFIയുടെ രാഷ്ട്രീയ വിഭാഗമാണ് SDPI. അതിൻ്റെ പിന്തുണയാണ് ഇന്ന് കോൺഗ്രസ് വാങ്ങിയിരിക്കുന്നത്. ഒരു രാജ്യദ്രോഹ പ്രവർത്തനത്തിന് രാജ്യത്ത് നിരോധിക്കപ്പെട്ട PFIയുടെ മറ്റൊരു രൂപമായിട്ടുള്ള SDPIയുടെ പിന്തുണയോട് മത്സരിക്കുന്ന കോൺഗ്രസ്, ആ കോൺഗ്രസിൻ്റെ കൂടാരത്തിലാണ് ഇന്ന് സന്ദീപ്. അപ്പോൾ തീവ്രവാദ സംഘടനകളുടെ പോലും പിന്തുണ വാങ്ങാൻ, അവരുടെ പിന്തുണ സ്വീകരിക്കാൻ ഉള്ള മനസ്ഥിതിയിലേക്ക് അദ്ദേഹം മാറിയിരിക്കുന്നു. അതിൻ്റെ പിന്നിൽ എന്താണ് അദ്ദേഹത്തിന് കിട്ടിയ ലാഭം എന്നുള്ളത് പരിശോധിക്കപ്പെടേണ്ടിയിരിക്കുന്നു.
കാരണം ബാംഗ്ലൂർ യാത്രയെ സംബന്ധിച്ചൊക്കെ വലിയ കഥകൾ പ്രചരിക്കുന്നുണ്ട്. കഴിഞ്ഞ 3 ദിവസം മുമ്പ് ബാംഗ്ലൂർ പോയതിനെ സംബന്ധിച്ചൊക്കെ. എന്തിനാ ബാംഗ്ലൂർ പോയെന്നുള്ളത് കോൺഗ്രസ്സുകാരനെ പറയുന്നുണ്ട്. പ്രത്യയശാസ്ത്രപരമായ വിഷയമാണെന്നാണ് സന്ദീപ് വാര്യർ പറയുന്നത്. ബാംഗ്ലൂരാണ് ഇത് ഹോൾസെയിലായിട്ട് വിൽക്കുന്നത്. പ്രത്യയശാസ്ത്രം അവിടെ വാങ്ങാൻ കിട്ടുന്നതും വിൽക്കുന്നതൊക്കെ ബാംഗ്ലൂരാണോ മൊത്തക്കച്ചവടമായിട്ട് എന്നുള്ളത് ഇപ്പോഴാണ് അറിയുന്നത്. അവിടെ ഒരു DK ശിവകുമാർ അങ്ങനെ ആരുടെ പേരിലുള്ള ആണ് മൊത്തക്കച്ചവടം എന്നാണ് എല്ലാവരും പറയുന്നത്. ഓക്കെ, എന്തായാലും തെരഞ്ഞെടുപ്പ് പ്രചാരണ രംഗത്ത് സജീവമായി തന്നെയാണ്. അതോടൊപ്പം തന്നെ രാഷ്ട്രീയപരമായിട്ട് പാലക്കാട് മണ്ഡലത്തിൽ സംഭവിച്ചിട്ടുള്ള കാര്യങ്ങളെ BJP കൃത്യമായി അഡ്രസ്സ് ചെയ്യുന്നുണ്ട്. മുൻ നിലപാടുകളിൽ നിന്ന് സന്ദീപ് വാര്യർക്ക് എന്ത് മാറ്റമാണ് വന്നിട്ടുള്ളത്, വഖഫ് വിഷയത്തിൽ എന്താണ് സന്ദീപിന്റെ നിലവിലെ നിലപാട്, SDP-യുമായി ബന്ധപ്പെട്ട് അദ്ദേഹം മുൻപ് നടത്തിയിട്ടുള്ള പരാമർശങ്ങളിൽ അദ്ദേഹത്തിന്റെ നിലപാടിൽ ഇപ്പം മാറ്റം വരുത്തിയിട്ടുണ്ടോ തുടങ്ങിയ ചോദ്യങ്ങളൊക്കെ C. കൃഷ്ണകുമാറും NDAയും പാലക്കാട് മണ്ഡലത്തിൽ മുന്നോട്ടേക്ക് വെക്കുന്നുണ്ട്. ക്യാമറമാൻ സനലൊപ്പം ഗോകുൽ K. വേണുഗോപാൽ, ജനം, പാലക്കാട്.